ഓരോ ദൈവമക്കളോടും ഇന്ന് ദൈവം പറയുവാണ്, അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരാൻ. ദൈവം വിളിക്കുവാണ് തിരികെ പിതൃഭവനത്തിലേക്ക് മടങ്ങി വരാൻ. ഓരോ ദൈവമക്കൾക്കും ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന, ദൈവത്തെ ആരാധിച്ച് ജീവിക്കുന്ന, ദൈവവചനം പ്രമാണിക്കുന്ന എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ടെസ്റ്റുകൾ വരും, പരീക്ഷണങ്ങൾ വരും. ആ പരീക്ഷണങ്ങളുടെ മധ്യത്തിൽ നമ്മൾ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്നതിലാണ് കാര്യം. അനുഗ്രഹങ്ങളുടെ മധ്യത്തിൽ ദൈവം നമ്മളെ പരീക്ഷിക്കും. നമ്മൾ ചോദിക്കുന്നത് എന്തും ദൈവം തരും, ചോദിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് ദൈവം തരും. എന്നിട്ട് അതിൻ്റെ മധ്യത്തിൽ ദൈവം നമ്മളെ പരീക്ഷിക്കും. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. 2 പേരും വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇളയ മകൻ അപ്പനോട് അവകാശമൊക്കെ ചോദിച്ചു വാങ്ങി. അവൻ ചോദിച്ചതെല്ലാം അപ്പൻ അവന് കൊടുത്തു. അവൻ ആ കിട്ടിയ അനുഗ്രഹങ്ങളും കൊണ്ട് അവൻ പോകുകയാണ് ലോകത്തിൻ്റെ വഴിയിൽ. എല്ലാം ധൂർത്തടിച്ച് ചെലവഴിച്ച് കളഞ്ഞു. കൂട്ടുകാരൊക്കെ വിട്ടുപോയി. എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ആ മകൻ പറയുവാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകും. കാരണം എന്തുവാ? അവിടെ സന്തോഷമുണ്ടായിരുന്നു, അപ്പൻ്റെ കൂടെ എന്നും സുരക്ഷിതത്വമുണ്ടായിരുന്നു, അവിടെ അപ്പൻ്റെ സ്നേഹം കിട്ടുമായിരുന്നു. ഒന്നിനും ആരുടെ മുമ്പിലും കൈനീട്ടേണ്ടതായിട്ട് വന്നില്ല. സകലവും അപ്പൻ അറിഞ്ഞ് ഈ മകന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തന്നു. ഒരു 10 വർഷം മുമ്പ്, ഒരു 20 വർഷം മുമ്പ് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നിങ്ങൾക്കൊരു സൈക്കിൾ പോലും ഇല്ലായിരുന്നു, നിങ്ങൾക്കൊരു കാറ് പോലും ഇല്ലായിരുന്നു, നിങ്ങൾക്കൊരു വീട് പോലും ഇല്ലായിരുന്നു. അന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ ദൈവം നിങ്ങൾക്ക് സകലവും തന്നു. വാഹനങ്ങളെ തന്നു, വീട് തന്നു, നല്ല കുടുംബം തന്നു, സകല അനുഗ്രഹങ്ങളും തന്നു. ജോലിയില്ലാത്തവർക്ക് ജോലി തന്നു. സകലവും തന്നപ്പോൾ ഇന്ന് നിങ്ങൾ എവിടെയായിരിക്കുന്നു? നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം എവിടെയായിരിക്കുന്നു? ഇന്ന് നിങ്ങൾ ദൈവമായിട്ടുള്ള ബന്ധം എവിടെയായിരിക്കുന്നു? ഇന്ന് നിങ്ങൾ വചനം വായിക്കുന്നതിൽ നിന്നും എവിടെയായിരിക്കുന്നു? ഇന്ന് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും വിളിക്കുവാണ് തിരികെ ആ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ. അതായത് ദൈവത്തിൻ്റെ സന്തോഷത്തിലേക്ക് മടങ്ങി വരുവാൻ, ആ പ്രെയർ ലൈഫിലേക്ക് മടങ്ങി വരുവാൻ, ആ ബൈബിൾ റീഡിങ്ങിലേക്ക് മടങ്ങി വരുവാൻ, ആ പഴയതുപോലെ ദൈവമായിട്ടൊരു കൂട്ടായ്മയിലേക്ക് മടങ്ങി വരുവാൻ ഇന്ന് ദൈവം നിങ്ങളെ വിളിക്കുവാണ്. ദൈവം എങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, നമുക്ക് സകല അനുഗ്രഹവും തന്നിട്ട് ദൈവം നമ്മളെ നോക്കും. നമ്മൾ അനുഗ്രഹത്തിൻ്റെ പുറകെയാണോ പോകുന്നത്, അതോ ദൈവമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയപ്പോൾ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയോ, അതോ ദൈവമായിട്ട് ചേർന്നാണോ നിൽക്കുന്നത്? അകന്നു പോയെങ്കിൽ ഇന്ന് ദൈവം വിളിക്കുവാണ് തിരികെ പിതൃഭവനത്തിലേക്കും ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും മടങ്ങി വരാൻ. അതുകൊണ്ട് സകല അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടുമ്പോൾ പിതാവായ ദൈവത്തിൽ നിന്നും അകന്നു പോകുവാനല്ല, ദൈവമായിട്ട് ചേർന്ന് നിൽക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ പുതിയ വർഷത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. എൻ്റെ അനുഗ്രഹങ്ങളുടെ മധ്യത്തിലും ഞാൻ ദൈവമായിട്ട് ചേർന്ന് നിൽക്കും. എത്ര തിരക്കുണ്ടെങ്കിലും എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഞാൻ നിർത്തിക്കളയുകയില്ല. എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ വചനം വായിക്കുന്നതും വചനം ധ്യാനിക്കുന്നതെന്നും ഞാൻ നിർത്തിക്കളയുകയില്ല. എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും ഞാൻ പിന്മാറിപ്പോവുകയില്ല. പിതൃഭവനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം, പിതാവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.